السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ ആയത്ത് മുതലാണ് ഇനിയെടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. فلما أحسوا بأسنا إذا هم منها يركضون. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകർക്കെതിരെ എതിരാളികൾ പറഞ്ഞ വിമർശനങ്ങളും അതിനുള്ള പ്രതികരണവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പേക്കിനാവുകളാണ്, കവിയാണ്, അതേപോലെയുള്ള വിമർശനങ്ങൾ പറഞ്ഞു. അങ്ങാടി നടക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്, പ്രത്യേകിച്ച് സവിശേഷതയൊന്നുമില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ അവർ പ്രവാചകർക്കെതിരെ പറഞ്ഞു. അല്ലാഹു തആല കൊടുത്ത മറുപടി, ഒന്ന്, താങ്കൾക്ക് മുമ്പ് വന്ന എല്ലാ റസൂലുമാരും മനുഷ്യന്മാർ തന്നെ ആയിരുന്നു. അതേപോലെ അവരൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളുകളായിരുന്നില്ല. അവരാരും ശാശ്വതരായി ഇവിടെ കഴിഞ്ഞിട്ടുമില്ല. എല്ലാവരും മരണപ്പെട്ട് പോയിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് അവർക്കെല്ലാം അള്ളാഹു നൽകിയ വാഗ്ദാനം അവൻ ശരിവെച്ചു. അങ്ങനെ അവർ രക്ഷപ്പെടുത്തി അതിരുവിട്ട ധിക്കാരികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിക്കുകയും ചെയ്തു എന്ന് പൊതുവായി പറഞ്ഞു. ഇനി ഈ ഖുർആൻ്റെ ആളുകളോട് അല്ലാഹു തആല നൽകുന്ന ഉപദേശമാണ്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ലഖദ് അൻസൽനാ, തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു, ഇലൈക്കും, നിങ്ങളിലേക്ക്, കിതാബൻ, ഒരു ഗ്രന്ഥമിതാ ഇറക്കിയിരിക്കുന്നു, ഫീഹി, അതിലുണ്ട്, ദിക്റുക്കും, നിങ്ങൾക്കുള്ള ദിക്ർ, നിങ്ങൾക്കുള്ള ഉത്ബോധനമുള്ള ഒരു കിതാബില നിങ്ങൾക്ക് നാം ഇറക്കിയിരിക്കുന്നു. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും, നിങ്ങളുടെ ദിക്ർ, നിങ്ങൾക്കുള്ള ഉത്ബോധനം, നിങ്ങളുടെ ദീന് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമിതാ നിങ്ങൾക്ക് നാം
ഇറക്കിയിരിക്കുന്നു. അഫല തഅഖിലൂൻ, എന്നിട്ടും എൻ്റെ നിങ്ങൾ ചിന്തിക്കുന്നില്ല. വെറുതെ ഓരോ ന്യായം പറഞ്ഞ് നബിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളങ്ങനെ ആക്ഷേപിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ് ഈ കിതാബിലുള്ളത്. ഇത്ര വലിയ ഉത്ബോധനം ഉൾക്കൊള്ളുന്നൊരു ഗ്രന്ഥം കിട്ടിയിട്ടും അത് ചിന്തിക്കാതെ, അത് ഉൾക്കൊള്ളാതെ ആ നബിയെക്കുറിച്ച് ഇല്ലാത്ത വിമർശനങ്ങൾ, കള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെങ്ങനെ പോവുകയാണല്ലോ എന്ന് അല്ലാഹു തആല പൊതുവായി പറയുന്നു. എന്നാൽ വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ, വകം ഖസംന, എത്രയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. ഖസമ, തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഖസമ, വകം ഖസംന, എത്രയാണ് നാം നശിപ്പിച്ചത്. മിൻ ഖർയത്തിൻ, നാടുകളെ എത്രയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത്. കാനത് ളാലിമ, ളാലിമായ അക്രമം ചെയ്തിരുന്ന എത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത്. വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ, എന്നിട്ട് അതിനുശേഷം മറ്റു ചില ജനവിഭാഗത്തെ നാം അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്തു. അത്തരം സംഭവങ്ങൾ എത്രയെത്ര ചരിത്രത്തിൽ കഴിഞ്ഞു പോയി. അതൊരു വാണിംഗാണ്, താക്കീതാണ്. മുൻകാല സമുദായങ്ങളിലേക്കും റസൂലുമാർ വന്നു. ആ റസൂലുമാരെ അവരൊക്കെ കളവാക്കി അന്ന് ആ ജനവിഭാഗത്തെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. എങ്കിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവർക്കും അതൊക്കെ ബാധകമാണ് എന്ന ഒരു സൂചനയാണ് അല്ലാഹു തആല അവിടെ നൽകുന്നത്. ഇവിടെ ശുഐബ് നബിയുടെ സമുദായം, അതേപോലെ ലൂത്ത് നബിയുടെ തുടങ്ങി വ്യത്യസ്തമായ സമുദായങ്ങൾ നശിപ്പിച്ചു പോയി. അതൊക്കെ ഇവർക്കും പരിചയമുണ്ട്, കേട്ടുകേൾവിയെങ്കിലുമുണ്ട്. അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും അതൊന്നും ഉണ്ടാകാൻ പറ്റാത്ത ഒന്നുമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതിലുള്ളത്. അതുകൊണ്ട് ഈ കിതാബ്, ദിക്ർ ഉൾക്കൊള്ളുന്ന, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഈ കിതാബ് നിങ്ങൾ ചിന്തിച്ചു പഠിച്ച് അത് പിൻപറ്റുകയാണ് വേണ്ടത്. അതല്ലാതെ നബിയെക്കുറിച്ച് കവിയാണ്, മായാജാലക്കാരനാണ്, ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഇത്ര വലിയ ഈ ഉത്ബോധനത്തെ തള്ളിക്കളയുകയല്ല വേണ്ടത്. ഈ അങ്ങ് തള്ളിക്കളയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഓർക്കുക, എത്ര സമൂഹങ്ങളെ ഇതിനു മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമ, ളാലിമീങ്ങളായ എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചത്. നാം സാധാരണ ഈ ഒരാളെ ഈ മുതുകൊക്കെ കണ്ട് തകർത്ത് കളയുക, അതിനെ ഖസമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ആകെ തകർത്ത് തരിപ്പണമാക്കുക, പിന്നെ അടിച്ച് ഒന്നാകാണ്ട് പിന്നെ നശിപ്പിച്ച് കളയുക, അതിനൊക്കെയാണ് സാധാരണ ഖസമ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഇതേ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വകം മഹ്ലക്ന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചതിന് വകം മഹ്ലക്ന മിൻ ഖർയ എന്നുമുണ്ട്. വകം ഖസംനാ മിൻ ഖർയത്തിൻ, അത് സീനാണ്, ഇത് സ്വാദല്ലേ ഖസമ, മറ്റ് സീന് ഖസം, സത്യം ചെയ്യാം, അതും സീന്. സത്യത്തിൻ്റെ അതേമാണ് കിസ്മത്ത്, ഖസമ, സത്യം ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, വിഭജിക്കുക എന്നൊക്കെ അർത്ഥന്നത് സീനാണ്. ഇത് സ്വാദ ഖസമ. കാനത്ത് ളാലിമ, അക്രമം ചെയ്തിരുന്ന, അഥവാ കുഫറും ശിർക്കും എല്ലാം ഉൾക്കൊള്ളുന്ന ളുൽമ് ചെയ്ത എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. വകം ഖസംനാ മിൻ ഖർയ, എത്ര നാടുകൾ നശിപ്പിച്ചു. കാനത്ത്, ആ നാടായിരുന്നു ളാലിമത്തൻ, ളാലിമത്തായിരുന്നു. നാടിൻ്റെ ളാലിമത്ത് നാട്ടുകാരാണ്, അത് അറബിയിലെ പ്രയോഗമാണ്. നാട്ടുകാർ അക്രമം ചെയ്തു എന്ന അർത്ഥത്തിലാണ് ആ നാട് അക്രമം ചെയ്ത നാടായിരുന്നു. നമ്മൾ പറയുമല്ലോ അത് വല്ലാത്ത നാടാണ് അവിടെ എന്ന് പറയും. നാടിന് കുഴപ്പമുണ്ടാവില്ല, നാട്ടുകാർക്കാണ് കുഴപ്പമുണ്ടാവുക. പക്ഷെ ആ ഉദ്ദേശത്തെ അല്ലാഹു തആല ഇങ്ങനെ പല സ്ഥലത്തും ഖുർആനിൽ പ്രയോഗിച്ചത് കാണാൻ പറ്റും. അപ്പോൾ എത്ര നാടുകളെ നാം നശിപ്പിച്ചു. കാനത്ത് ളാലിമ, ആ നാടുകളൊക്കെ ളാലിമത്തായിരുന്നു, അക്രമം ചെയ്തിരുന്ന നാടുകളായിരുന്നു. അത്തരം നാടുകളെ എത്രയാണ് നാം നശിപ്പിച്ചത്. വകം ഖസംനാ, ആ അക്രമം വെച്ച് അതിൻ്റെ ആധിക്യം കാണിക്കാനാണ്. എത്രയെത്ര ഒരുപാട് ചെയ്തു എന്ന പ്രയോഗത്തിലാണ് വകം ഖസംന എന്ന പ്രയോഗമുണ്ടായത്. വഅൻശഅനാ ബഅദഹാ, എന്നിട്ട് അൻശഅന, നാം ഉണ്ടാക്കി, ബഅദഹാ, അതിനുശേഷം, ആ നാടിനെ നശിപ്പിച്ചതിന് ശേഷം നാം പിന്നെ ഉണ്ടാക്കി ഖൗമൻ ആഖരീൻ, മറ്റൊരു ഖൗമിനെ,
വേറെ ജനവിഭാഗത്തെ നാം അവിടെ പകരം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ എത്രയെത്ര നാടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫലമ്മ അഹസ്സു ബഅ്സനാ, ഫലമ്മ അഹസ്സു അവർ കണ്ടപ്പോൾ, അഹസ്സ അനുഭവിച്ചു, കണ്ടു എന്നൊക്കെയാണ് അഹസ്സ, അനുഭവപ്പെടുന്ന ശരിക്കർത്ഥം. അഹസ്സ ഹിസ്സിയായത് എന്ന് പറഞ്ഞതാണ്. ഫലമ്മ അഹസ്സു ബഅ്സന, സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിനല്ല ഇത് ഉപയോഗിക്കാം, നമുക്ക് ബോധ്യപ്പെടുക, അനുഭവപ്പെടുക എന്നൊക്കെയുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കാറുള്ളത്. ഫലമ്മ അഹസ്സു ബഅ്സന, നമ്മുടെ ആ അദാബിനെ, നമ്മുടെ ശിക്ഷയെ അവർ കണ്ടപ്പോൾ, അഥവാ പിടിക്കപ്പെടാണ്, കഴിഞ്ഞു, ഇനി രക്ഷയില്ല എന്നവർക്ക് ബോധ്യമാകുന്ന ആ ഘട്ടം വന്നപ്പോൾ, ഇദാഹും മിൻഹാ യർകുലൂൻ, ഇദാഹും അപ്പോൾ അതാ അവർ, മിൻഹാ ആ ശിക്ഷയുടെ കാലത്തിൽ, യർകുലൂൻ പ്രയാസപ്പെടുന്നു, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അവരാകെ കാലിട്ടടിക്കുന്നു, അസ്വസ്ഥരാകുന്നു എന്നൊക്കെയാണ് ആ വാക്ക്. റക്കല്ല യർകുലൂൻ, കാലുകൊണ്ട് അടിക്കുന്നതിന് റക്കല്ല എന്ന് പറയും. ഉർക്കുദ് ബിരിജ്ലിക എന്ന് ഖുർആനിൽ പിന്നെ അയ്യൂബിനെ കുറിച്ച് പറഞ്ഞ പ്രയോഗത്തിൽ കാണാം. ഞാൻ കാലുകൊണ്ട് അടിക്കുക, അവിടെ നല്ല വെള്ളം നൽകാം എന്ന് പറഞ്ഞ അവിടെ ഈ വാക്കാണ് റക്കല്ല എന്നുള്ളതാണ്. ശരിക്ക് റക്കല്ല അർത്ഥം അതാണ്, കാലുകൊണ്ട് ഇങ്ങനെ അടിച്ച കാര്യങ്ങൾ ഇളക്കാണ് ശരിക്ക് എന്ന് പറയാം, പെടയാം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതാഹും യർക്കുദു എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒലാകെ പെടയുന്നു, ഒലാകെ പ്രയാസപ്പെടുന്നു, ആകെ പേടിച്ച് ബേജാറായി അവിടെ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇദാഹും മിൻഹാ യർകുദൂൻ, ഈ വലിയ ഊക്കും പമ്പും ഈ അഹങ്കാരവും ധിക്കാരും ഒക്കെ പറഞ്ഞ ആളുകൾ നമ്മുടെ അദാബാണ് മുന്നിൽ കണ്ടപ്പോൾ പിന്നെ അതൊന്നുമില്ല, പിന്നെ അവരതാ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മട്ടിൽ അവരതാ ഇന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ്. ആകെ അസ്വസ്ഥമായി, ആകെ അങ്കലാപ്പിലായി, ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് അവരതാ ഒന്നാകെ പ്രയാസപ്പെടുകയാണ് അവർ ചെയ്തത്. എന്നാൽ അവരോട് പറഞ്ഞത് ലാ തർക്കുദു വർജിഉ ഇലാ മാ ഉത്രിഫ്തും, അവരോട് പറയപ്പെട്ടു ലാ തർക്കുദു, അങ്ങോട്ട് ഓടല്ലേ, എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്, നിങ്ങളല്ലേ വലിയ വർത്താനം പറഞ്ഞത്, നിങ്ങൾ വലിയ 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 ആളുകളാണ്, ഇവിടുത്തെ കാരണന്മാരാണ്, എല്ലാം കൊണ്ടും മികച്ചിരിക്കുന്ന ആളുകളാണ് എന്നൊക്കെയല്ലേ പറഞ്ഞതിന്, എന്തേ നിങ്ങളിപ്പോൾ ഈ ഒരു അദാബ് കാണുമ്പോഴേക്ക് എവിടെയെങ്ങളെ ആ ഊക്കും പമ്പും സൗകര്യമൊക്കെ ഇവിടെ പോയി, ലാ തർക്കുദു, അങ്ങനെ ഓടല്ല, അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കല്ല, വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി, വർജിഉ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക, ഇലാ മാ ഉത്രിഫ്തും ഫീഹി നിങ്ങൾക്ക് നൽകപ്പെട്ട ആ സുഭിക്ഷതയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക, വമസാകിനിക്കും നിങ്ങളുടെ വീടുകളിലേക്കും മടങ്ങിച്ചെല്ലുക എന്ന് പറയപ്പെട്ടു. അഥവാ അതൊരു പരിഹാസമായിക്കൊണ്ട്, അവർക്കുള്ള ഒരു പരിഹാസം, ഓരോ വീടും ഓരോ സുഖക്കെ എന്നല്ല ഓർക്കുന്ന പ്രശ്നം, ഓരൊക്കെ വലിയ സൗകര്യമുള്ളവരാണ്, ഇഷ്ടംപോലെ സമ്പത്തുള്ളവരാണ്, വലിയ വീടുള്ളവരാണ്, ഓരൊക്കെ കാര്യപ്പെട്ട പ്രമാണിമാരാണ് എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങളാ ധിക്കാരം അഹങ്കാരമൊക്കെ. എന്തേ ഇറങ്ങി ഓടുന്നത്, എവിടേക്ക് നിങ്ങൾ ഈ ഓട്ടം, നിങ്ങൾ വരി പോകല്ലേ, നിങ്ങളെ വീടും നിങ്ങളെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വന്നോളൂ, ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, ഭാവിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് അവരോട് പറയപ്പെട്ടു. അപ്പം അങ്ങനെ ഓടി രക്ഷപ്പെടില്ല എന്ന് പറയേണ്ട ഗതി വരുമാറ് അവർ അത്രയും ദയനീയമായി ദുർബലമായി അവർ വീട് വിട്ടോടി. അത് എവിടെയും ഒരു അദാബ് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു അദാബിന് വന്നാൽ പിന്നെ മനുഷ്യന്മാർക്ക് ജീവൻ കിട്ടിയാൽ മതി, പിന്നൊന്നും വേണ്ട. വീടിൻ്റെ വാതിൽ പോലും പൂട്ടാതെയാണല്ലോ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇറങ്ങിപ്പോണത്. സാധാരണ വാതിൽ പൂട്ടി ഗേറ്റും പൂട്ടി അതിന് അപ്പുറത്ത് പിന്നെ നായി നിർത്തുന്ന മനുഷ്യന്മാർ വെള്ളപ്പൊക്കം വന്നപ്പോഴേക്ക് പിന്നെ ജനലും വാതിലും മുഴുവൻ തുറന്നിട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പിന്നെ രാവിലെ വന്ന് നോക്കുകയാണ് വെള്ളം ഇറങ്ങുന്നുണ്ടാകുന്നത്. അതാ അല്ലാഹ് പറഞ്ഞു എവിടേക്കെങ്കിലും കൊണ്ടിരുന്ന് നിങ്ങളെ വലിയ വർത്തമാനം പറഞ്ഞത്. ഇപ്പം എന്തേ നിങ്ങൾ അദാബ് കാണുമ്പോഴേക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ? അങ്ങനെ രക്ഷപ്പെടല്ലേ, നിങ്ങളെ വീട് വിടല്ലേ, നിങ്ങളെ സൗകര്യം വിടല്ലേ, ഇതൊക്കെ ഒഴിവാക്കി പോവാണോ, വരി അതിലേക്ക് തിരിച്ചു വരി എന്നവരോട് പറയപ്പെട്ടു. അതല്ല, ഇത് മുൻഗാമികളെ കുറിച്ച് പറയണേ. മുമ്പേ കസംനാമിൻ കളിയാണല്ലോ, അങ്ങനത്തെ നാട് കഴിഞ്ഞു പോയി, ഓലൊക്കെ അദാബ് വന്നപ്പോഴേക്ക് ഇതാണ്ടായത്, അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് ഇവരെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ അമേരിക്ക കണ്ടു തീ വന്നപ്പോൾ വലിയ വലിയ ലോകത്തെ വലിയ കോടീശ്വരന്മാരും എല്ലാ സൗകര്യമുള്ളവരും
വലിയ വലിയ അറിയപ്പെട്ട ആളുകളുമൊക്കെ ആയ ആളുകൾ ഒക്കെ ഒന്നും വേണ്ട, ജീവൻ കിട്ടിയാൽ മതി എന്നാണ്, എല്ലാം ഒഴിവാക്കി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം. മനുഷ്യൻ എത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ തോന്നും നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്, നമ്മളൊന്നും ഇപ്പം അങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല, ഇത് പ്രകാരം പോകേണ്ട ആളൊന്നുമല്ല എന്ന് അള്ളാഹുവിൻ്റെ ദിക്ർ ഒരു ഉത്ബോധനം വരുമ്പോൾ അതിനൊക്കെ മറികടന്ന് പോകാൻ സൗകര്യങ്ങളും സമ്പത്തും അധികാരവും സ്ഥാനവും വീടും ഒക്കെയാണ് കാരണമായി മാറുക. എന്നാൽ അള്ളാഹിൻ്റെ പിടുത്തം ഇങ്ങോട്ട് വന്നാൽ മതി, ഇതൊക്കെ അവന് ഒഴിവാക്കി രക്ഷപ്പെട്ടു പോകുന്നു എന്ന് അവസ്ഥയാണ് അവർക്കൊക്കെ ഉണ്ടായത് എന്ന് അല്ലാഹു തആല ഇവരെ ഓർമ്മയാക്കുകയാണ് ചെയ്യുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. سبحانك اللهم وبحمدك. السلام عليكم ورحمة الله.